ഗൈസ്, ക്യാപ്കട്ടിൽ ബിഗിനേഴ്സ് ആണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ലാഗ് അടിപ്പിക്കാണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നാലോ? ഒരുപാട് ഡീറ്റെയിൽ ഇട്ടെന്നല്ല, പെട്ടെന്ന് സിമ്പിളാക്കി പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളൊരു VPN യൂസ് ചെയ്യണം. ഞാനിവിടെ ഒക്ടോഹൈഡ് VPN എന്ന് പറയുന്ന VPN ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ക്യാപ്കട്ട് ഓപ്പൺ ആക്കുക. അതിൽ വീഡിയോസിൽ പോയിട്ട് നമ്മുടെ വേണ്ട വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാ ഇതേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല സ്റ്റെബിലൈസേഷൻ കുറവുണ്ട്, അതുകൊണ്ട് നല്ല ഷേക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇതാ നമ്മൾ ഇവിടെ പോയിട്ട് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് ഇത് നേരെ ഈ മിനിമൽ ക്രോപ്പിംഗ് എന്നുള്ള ഇതിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ സൈഡിൽ സ്റ്റെബിലൈസിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത് സ്റ്റെബിലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കും. ഈ വീഡിയോസ് എൻഡിങ് ഇല്ലാണ്ടാക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. നേരത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യത്യാസം മനസ്സിലാവും. നല്ല രീതിക്ക് നമ്മുടെ വീഡിയോസ് സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഇത് ക്യാപ്കട്ടിലെ ഭയങ്കര ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും സൗണ്ട് എഫക്ട്സ് ഒക്കെ വേണമെങ്കിൽ താഴെ ഈ സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും വെട്ടുന്നതോ കുത്തുന്നതോ ചീറ്റുന്നതോ ചിരിക്കുന്നതോ അങ്ങനെ പലതരം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏതാണോ എഫക്ട്സ് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ട്രാൻസിഷൻ സൗണ്ട്സ് ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണോ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല ബീജമോ പാട്ടോ വേണ്ടെങ്കിൽ സൗണ്ട്സ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കുറേ നമുക്ക് വ്ലോഗ്, അങ്ങനത്തെ റാപ്പ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലാണ്ട് പാട്ടും അവൈലബിൾ ആണ്. ഇനി എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ടെക്സ്റ്റിൻ്റെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നേച്ചർ എന്നാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെ നമുക്ക് ഫോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോണ്ട് വേണോ അത്രയും നമുക്ക് ഇഷ്ടം പോലെ ഫോണിൻ്റെ ഇത് സ്റ്റൈൽ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാ വേണ്ടതെന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അവിടെ തന്നെ നമുക്ക് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് കളർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈല് അതൊക്കെ നമുക്ക് മാറ്റാം. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് അതിൻ്റെ എഫക്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഗ്ലോ ഉള്ളതോ അല്ലെങ്കിൽ ഭയങ്കര 3D ആയിട്ടുള്ളതോ ഏത് തരം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിന് ഏത് തരം ആനിമേഷൻ വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം വേവ് തരം, ഇങ്ങനെ ത്രോ ഔട്ട്, അങ്ങനെ കുറേ ഈ ജമ്പിങ്, സ്പിന്ന്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്ക് വരും. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ടെക്സ്റ്റിൻ്റെ കാര്യം. ഇനി മിക്ക ബിഗിനേഴ്സിനും സംശയമുള്ളൊരു കാര്യമാണ് ഓവർലേ. ആ ഓവർലേ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചുതരാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ട്രാൻസിഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഓവർലേ ആയിട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ ആഡ് ഓവർലേ സെലക്ട് ചെയ്തിട്ട് വീഡിയോസിൽ പോയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ 2 വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആയി. ഈ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പോർഷൻ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു 90 ഡിഗ്രിയിൽ അത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഈ കാണിച്ചതുപോലെ. ഇനി ഇത് താഴത്തെ സ്പ്ലൈസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ ഇത് കാണും. അതിൽ ലൈറ്റൻ ആണ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഈ വീഡിയോയ്ക്ക് സൗണ്ടും ഉണ്ട്, അതും കൂട്ടി കൊടുക്കാം. ഇനി ട്രാൻസിഷൻ എഫക്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 വീഡിയോയ്ക്ക് നടുക്കുള്ള ആ ഒരു ബോക്സ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഓവർലേ, ലൈറ്റ് എഫക്ട്സ്, ക്യാമറ, ബ്ലർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കുറേ എഫക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയ്ക്ക് വേണ്ട എഫക്ട്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എഫക്ട്സിൽ നിന്ന് വീഡിയോ എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഇതിൽ കുറേ ഷെയ്ക്കിങ്, പിന്നെ ഡയമണ്ട് സൂം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് വീഡിയോയ്ക്ക് കിട്ടും. ചില വീഡിയോസ് ലൈക്ക് ഇങ്ങനെ ഷെയ്ക്കിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അഡ്ജസ്റ്റ് എന്നൊരു ഇത് വരും. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ എഫക്റ്റ് വേണ്ടത് അങ്ങോട്ടേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വീഡിയോസിന്റെ റേഷ്യോ സെറ്റ് ചെയ്യാനായിട്ട് ആസ്പെക്ട് റേഷ്യോ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണും. ഇതിൽ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫിൽറ്റർ ഇടാനായിട്ട് നമ്മൾ ഫിൽറ്റർ ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ അധികം ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫിൽറ്റർ നമ്മൾ ബാക്കി അപ്ലൈ ടു ഓൾ കൊടുത്താൽ എല്ലാ വീഡിയോയ്ക്കും കിട്ടുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല നമ്മുടെ വീഡിയോയുടെ തന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആ ഫിൽറ്റർ ഓപ്ഷൻ്റെ അപ്പുറത്ത് തന്നെ അഡ്ജസ്റ്റ് എന്നുള്ള ഇതിൽ ചെല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റിക്കേഴ്സ് ആണ്. ഈ താഴെ തന്നെ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ അവൈലബിൾ ആണ്. ഏതെങ്കിലും നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കവർ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ കവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും പോർഷനാണ് നമുക്ക് കവറായിട്ട് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സെലക്ട് ഫ്രം ആൽബം എന്നുള്ള ഓപ്ഷൻസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഹൈ ആക്കി കൊടുത്ത് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് പോലെ നിങ്ങൾ അറിയിച്ചോളൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ബൈ.